എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മേ ബി യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ വളരെയധികം ഇഷ്ടത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി നിങ്ങളെ ആ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. കാരണം ആ പേഴ്സണ് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. നിങ്ങളെ കാണാൻ ഒത്തിരി ആ പേഴ്സൺ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആ പേഴ്സൺ ഈ ഒരു നിമിഷം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സണൊരു വിശ്വാസവുമുണ്ട്, എന്തായാലും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആ പേഴ്സണ് സാധിക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസവുമുണ്ട്. എങ്കിൽ പോലും ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്, ഇനി എനിക്ക് സംസാരിക്കാൻ സാധിക്കുമോ, ഇനി എനിക്ക് അവരെ കാണാൻ സാധിക്കുമോ, അതായത് നിങ്ങളെ കാണാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. അതോർത്ത് ആ പേഴ്സൺ വിഷമിക്കാറുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങളും ആ പേഴ്സണെ കാണാൻ, അല്ലെങ്കിൽ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എത്രത്തോളമാണ് വിഷമിക്കുന്നത് ആ പേഴ്സൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സൺ വിഷമിച്ചാലും സാരമില്ല, പക്ഷെ നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സന്തോഷത്തിന് അവർ അത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ സന്തോഷത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളെ അവർ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷം അവർക്ക് വളരെ വലുതാണ്. നിങ്ങൾ വിഷമിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ആ പേഴ്സൺ വിഷമിച്ചാലും സാരമില്ല, പക്ഷെ നിങ്ങൾ വിഷമിക്കരുതെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമോ, ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയാലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് ശരിക്കും തുറന്ന് പറയാൻ സാധിക്കുമോ, ഇനി ആ പേഴ്സൺ തുറന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കമുണ്ടായിട്ട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ആ പേഴ്സണ് പറയാനുള്ളത് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് എങ്ങനെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയുമെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇനി തുറന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ
എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.